നമസ്കാരം. വെൽക്കം ടു KPSC 2.0. കേരള നവോത്ഥാന നായകന്മാരും അവരുടെ പ്രസ്ഥാനങ്ങളും PSCയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയിലും ഈ ഭാഗത്തു നിന്ന് ഒന്നോ അതിലധികമോ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി വരുന്ന 10th പ്രിലിംസിനും നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമാണ് വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1809 മുതൽ 1851 വരെയാണ്. അനാചാരങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കും അയിത്തം, തൊട്ടുകൂടായ്മ, അടിമത്തം എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്ത നവോത്ഥാന നായകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമ്പൂർണ്ണ ദേവൻ എന്ന് വിളിക്കുന്നു. 1809 മാർച്ച് 12 തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ സാമിത്തോപ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ബാല്യകാല നാമം മുടിച്ചൂടും പെരുമാൾ. എന്നാൽ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. പിന്നീട് അദ്ദേഹം വൈകുണ്ഠസ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം എന്താണെന്ന് ചോദിച്ചാൽ മുടിച്ചൂടും പെരുമാളെന്നോ മുത്തുക്കുട്ടിയെന്നോ എന്ന ആൻസർ വരാം. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് തിരുക്കുറൽ. ധ്യാനത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ജന്മസ്ഥലമായ സ്വാമിത്തോപ്പ്. ചാന്നാർ ലഹളയ്ക്ക് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ വ്യക്തി കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ഇദ്ദേഹമാണ്. ഈ 2 പോയിന്റുകൾ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയതും ഇദ്ദേഹമാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ് സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവും ഇദ്ദേഹമാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു വചനമാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയതും വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. ഈ പോയിന്റ് പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതാണ് അയ്യാവഴിയുടെ ലക്ഷ്യം. ഇനി നമുക്ക് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾ നൂൽ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഈ കൃതികൾ മുന്നോട്ട് വെക്കുന്ന ആശയവും അയ്യാവഴിയാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനിൽ ഒരാളാണ് തൈക്കാട് അയ്യ. വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴത്താങ്കൾ. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പതികൾ. ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലം സ്വാമിത്തോപ്പാണ്. സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അദ്ദേഹം ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലവും സ്വാമിത്തോപ്പ് തന്നെയാണ്. ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലവും സ്വാമിത്തോപ്പാണ്. മുന്തിരിക്കിണർ എല്ലാ ജാതിപ്പെട്ടവർക്കുമായി ഉപയോഗിക്കുവാനായി വൈകുണ്ഠസ്വാമികൾ നിർമ്മിച്ച കിണറാണ്. ഈ ഒരു പോയിന്റും ഓർത്തിരിക്കുക. അതും പല പരീക്ഷകളിൽ ചോദ്യമായി കണ്ടുവന്നിട്ടുണ്ട്. ഇനി വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെയും തിരുവിതാംകൂറിലെ ഭരണത്തെയുമൊക്കെ ചില രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വെൺനീച ഭരണം എന്നാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചത് കരിനീച ഭരണം എന്നാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് അനന്തപുരി നീചൻ എന്നാണ്. ഈ വിശേഷണങ്ങൾ കൂടി ഓർത്തിരിക്കുക. ചിട്ടയായും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കുവാനായി വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തുവയൽ പന്തിക്കൂട്ടായ്മ. വൈകുണ്ഠസ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന സംഘടനയാണ് VSDP. അതിന്റെ ഫുൾ ഫോം വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ എന്നാണ്. ഉഴിയം, വിരുദ്ധ തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ഠസ്വാമികൾ സ്വാതി തിരുനാളിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് 110 ദിവസം ശിക്കാർത്തോപ്പ് ജയിലടച്ച തിരുവിതാംകൂർ രാജാവും സ്വാതി തിരുനാളാണ്.
ഇനി വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് SCERT, അതായത് നമ്മുടെ 8ാം ക്ലാസ്സിലെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. ഇത്രയും പോയിന്റ്സ് ആണ് SCERTയിൽ പറയുന്നത്. ഇദ്ദേഹം അന്തരിച്ച വർഷം 1851 ജൂൺ 3. ഇവയൊക്കെയാണ് വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഇവയൊക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.